ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ സെന്നിന്റെ ബൾക്ക് ആയിട്ടുള്ള സ്റ്റോക്ക് കഴിഞ്ഞിട്ട് അടുത്തായിട്ട് നമ്മുടെ കയ്യിൽ ഏറ്റവും ഡിമാൻഡിങ് ആയിട്ടുള്ള കാറിന്റെ സ്റ്റോക്ക് ആണുള്ളത്. അതായത് നമ്മുടെ ഓൾട്ടോ ആണ്. ചെറിയ ബഡ്ജറ്റുകാരെ ഏറ്റവും അധികം ആവശ്യപ്പെടുന്നതും ഏറ്റവും അധികം വാങ്ങിയിട്ട് പോകുന്നതും നമ്മുടെ ഈ ഓൾട്ടോ ആണ്. നമ്മുടെ ഈ ചാനൽ വഴി ഏറ്റവും അധികവും ചെറിയ ബഡ്ജറ്റ് വണ്ടികളാണ് പോകുന്നത്. അതും ക്വാളിറ്റിയുള്ള വണ്ടികൾ മാത്രമാണ് വിൽക്കാറുള്ളൂ. അപ്പോൾ അതിൽ 3 ഓൾട്ടോ വന്നിട്ടുണ്ട്. അത് മൂന്നിന്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ ഓൾറെഡി. അപ്പോൾ ഈ വന്ന വാഹനം എന്ന് പറഞ്ഞാൽ 2007 മോഡൽ വണ്ടിയാണ്. 2027 വരെ പേപ്പർ ഉണ്ട്. LS വേരിയന്റ് വണ്ടിയുണ്ടോ. ഇതിന്റെ ഓണർഷിപ്പ് തേർഡ് ഓണർഷിപ്പ് ആണ്. അപ്പോൾ ഈ വാഹനം വരുന്നത് 2008 മോഡൽ വണ്ടിയാണ്. 2028 വരെ പേപ്പർ ഉണ്ട്. ഇത് സിംഗിൾ ഓണർഷിപ്പ് വാഹനമാണ് കേട്ടോ. പിന്നെ ഈ വാഹനം വരുന്നത് 2005 മോഡൽ വണ്ടിയാണ്. 2025 വരെ പേപ്പർ ഉണ്ട്. ഇത് വരുമ്പോൾ ഫോർത്ത് ഓണർഷിപ്പ് ആണ്. പക്ഷെ വണ്ടി LXI വേരിയന്റ് ആണ്. AC പവർ സ്റ്റിയറിംഗ് വരുന്ന വണ്ടിയാണോ. ഈ രണ്ട് വണ്ടികൾക്ക് AC മാത്രമാണ് വരുന്നുള്ളൂ. അതിലെല്ലാം വർക്കിംഗ് ആണ്. പ്രോപ്പറായിട്ട് കൊണ്ടുവരുന്ന വണ്ടിയാണോ. അതുപോലെ തന്നെ ഈ 3 വണ്ടികൾക്കും ടയർ ഭാഗമൊക്കെ പുത്തൻ ടയറും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടികളാണ്. അപ്പോൾ വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിലേക്ക് പോകാട്ടോ. അപ്പോൾ ഈ വാഹനം ആദ്യം എടുക്കാം. ഇതൊരു 2007-27 വരെ പേപ്പറുള്ള വണ്ടിയാന്ന് പറഞ്ഞല്ലോ. ഇത് ഓടിക്കുന്ന കിലോമീറ്റർ 83,000 കിലോമീറ്റർ ആണ് കേട്ടോ. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ഓൾറെഡി യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബൾക്കായിട്ട് വണ്ടി വന്നപ്പോൾ അതിന്റെ വീഡിയോ എടുത്തുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ആ വീഡിയോ കാണാത്തവർക്കായിട്ട് ഈ വാഹനത്തിന്റെ ഫ്രണ്ട് 2 പുത്തൻ ടയർ വരുന്നത്, ബാക്ക് ഒരു 80% ടയറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന്റെ വീൽ കപ്പും കാര്യങ്ങളും ഇതൊക്കെ നോക്കുമ്പോൾ അതിൽ സ്റ്റോക്ക് കണ്ടീഷനിലാണുള്ള, വേറെ മേജറായിട്ടുള്ള ചേഞ്ചോ കാര്യങ്ങളോ വരുത്തിയിട്ടില്ല. AC ഒക്കെ പക്ക വർക്കിംഗ് ആണോ. അടുത്ത വണ്ടിയിലേക്ക് പോവാം. ഈ വണ്ടിയുടെ ഏകദേശം സിമിലർ ആയിട്ട് തന്നെയുള്ള വണ്ടിയാണ്. ഇതിന്റെ സീറ്റ് കവർ മാത്രമാണ് ഉള്ളിൽ നിന്നുള്ള വ്യത്യാസമുള്ളൂ. ഇനി ഇന്റീരിയർ ഒന്നും നമ്മൾ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. കാരണം ഇതിന്റെയൊക്കെ ഇൻഡിവിജ്വൽ വീഡിയോസ് ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ കയറി വെക്കഴിഞ്ഞാൽ ഇതിന് മുമ്പായിട്ടുള്ള വീഡിയോസ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഈ 3 വണ്ടികളുടെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വണ്ടി 2008-28 വരെ പേപ്പറാന്ന് പറഞ്ഞു ആദ്യം തന്നെ. അപ്പോൾ ഇത് സിംഗിൾ ഓണർഷിപ്പ് ആണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ചോദിച്ചു വന്നവർക്ക് ഇതൊരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. ഈ വണ്ടികളുടെ രണ്ടിന്റെ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ സിംഗിൾ ഓണർ ഉണ്ടോ എന്ന് ചോദിച്ചു ഒരുപാട് പേര് വന്നിരുന്നു. ഒത്തിരി പേർക്ക് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി വാങ്ങാനുള്ള ആഗ്രഹം ഉണ്ട് കേട്ടോ. ഇത് ഓടിയിരിക്കുന്ന 85,000 കിലോമീറ്റർ ആണ്. ഈ വണ്ടിക്ക് 4 പുതിയ ടയറുകളാണ് വരുന്നത്. അതും സ്റ്റോക്ക് കണ്ടീഷനിലാണ് വണ്ടി ഉള്ളത്. കുഞ്ഞു കുഞ്ഞു സ്ക്രാച്ചസ് ഈ പറഞ്ഞ ഈ വണ്ടിക്ക് ഡിഫക്റ്റ് ആയിട്ട് പറയാനുള്ളൂ. ഈ വണ്ടിക്ക് കുറച്ചുകൂടെ ബെറ്റർ പെയിന്റിംഗ് ക്വാളിറ്റി ഉണ്ടെന്ന് നോക്കി കഴിഞ്ഞാൽ ഈ വണ്ടിക്കായിരിക്കും. ഇത് ചെറിയ ചെറിയ സ്ക്രാച്ചുകൾ കാണാം. എന്നാലും വണ്ടി മേജർ ആയിട്ടുള്ള കംപ്ലൈന്റോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല കേട്ടോ. അടുത്തായിട്ട് നമുക്ക് നമ്മുടെ 2005 പോവാം. ഈ വണ്ടി എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഇത് AC പവർ സ്റ്റിയറിംഗ് വരുന്ന വാഹനമാണ്. 2005 ആണ് മോഡൽ വരുന്നത്. 2025 വരെ പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. മെയിൻ ആയിട്ടുള്ള ഹൈലൈറ്റ് ഇവരെ വെച്ച് നോക്കുമ്പോൾ ഇതിന് പവർ സ്റ്റിയറിംഗ് കൂടെ എക്സ്ട്രാ വരുന്നുണ്ട് കേട്ടോ. പിന്നെ വണ്ടി നോക്കുമ്പോഴേലും സ്റ്റോക്ക് കണ്ടീഷൻ ആണ്. സിൽവർ കളർ ആയതുകൊണ്ട് തന്നെ വണ്ടി എന്താ പറയുക, ചെറിയ ലൈറ്റ് കളേഴ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ഇത് ഫോർത്ത് ഓണർഷിപ്പ് ആണ് വണ്ടി വരുന്നത്. അതുപോലെ ബ്ലാക്ക് ആൻഡ് സിൽവർ കോമ്പോയിലാണ് വണ്ടി ഉള്ളത്. വേറെ എന്താ പറയുക, മേജറായിട്ടുള്ള ആക്സിഡന്റോ കാര്യങ്ങളൊന്നും സംഭവിക്കാത്ത വാഹനമാണ്. ഇത് മൂന്നും അതെ, വേറെ മേജർ ആക്സിഡന്റ് ഒന്നും തന്നെ സംഭവിക്കാത്ത വാഹനങ്ങളാണ്. അപ്പോൾ ഈ വണ്ടി നോക്കുമ്പോഴായാലും നമുക്ക് എന്താ പറയുക, നല്ല സീറ്റ് കവർ ഒക്കെ ചെയ്തിട്ടുള്ള വണ്ടിയാണ്. ഇതിന്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന്റെ കിലോമീറ്റർ കറക്റ്റ് ഓർക്കണില്ല, ജസ്റ്റ് നോക്കിയിട്ട് പറയാം കേട്ടോ. ഇതും 83,000 കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്ന കിലോമീറ്റർ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ വാഹനങ്ങളെല്ലാം തന്നെ നമുക്ക് എന്താ പറയാ, ചെറിയ ബഡ്ജറ്റിന്റെ വാഹനങ്ങളാണോ. അപ്പൊ ഈ 3 വണ്ടികളും നല്ല ക്വാളിറ്റിയിലിരിക്കുന്ന വാഹനങ്ങളാണ്. ഇതിന്റെ കിലോമീറ്റർ നോക്കിയപ്പോഴാട്ടോ, അത് 3 ഉള്ളതുകൊണ്ട് ഈ കിലോമീറ്ററുകളെല്ലാം വണ്ടിയുടെ ഓർത്തിരിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഇത് 83,000 കിലോമീറ്റർ ഓടിയ വണ്ടി, ഇത് 85,000. അതായത് 2008 വണ്ടി 85,000 വണ്ടി, അത് 73,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 2007 വണ്ടി. ആദ്യം ഞാൻ പറഞ്ഞതിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, അപ്പോൾ അത് ക്ഷമിക്കണം. ഇത്രയും വണ്ടികൾ എടുക്കുമ്പോൾ എല്ലാത്തിന്റെയും കിലോമീറ്റർ ഓർത്തിരിക്കണം ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. അപ്പോൾ വണ്ടികളുടെ ബാക്ക് സൈഡ് നോക്കുമ്പോഴേലും ഓവറോൾ എല്ലാം തന്നെ നീറ്റ് ക്വാളിറ്റിയിൽ തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഇതിന്റെ റേറ്റും ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഓരോന്നിന്റെ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ കറക്റ്റ് കിലോമീറ്ററും കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തേക്കാം, അത് മാറിപ്പോണ്ട. അപ്പോൾ ഈ വാഹനങ്ങൾ വാങ്ങാൻ താല്പര്യമുള്ളവർ നമ്മുടെ കോൺടാക്ട് നമ്പറിൽ വിളിച്ചിട്ട് വന്നാൽ മതി. നമ്മുടെ ലൊക്കേഷൻ വരുന്ന പെരുമ്പാവൂരാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വന്നവരെ ബൈ ബൈ.